നമസ്കാരം. പാവർട്ടി സെൻട്രലിൽ നിന്ന് വരുന്ന മുഴുവൻ വെള്ളവും ഊച്ചേരി തോട് വഴി ഇന്ത്യൻ സ്റ്റീൽ എന്ന അതിൻ്റെ പുറകിലൂടെയുള്ള കൈവരികളിൽ വന്നിട്ട് കടന്നു പോകുന്ന കാനയുടെ വലിപ്പമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കാന ഇവിടെ തടസ്സങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സെൻട്രലിൽ നിന്ന് നമ്മൾ MG റോഡിൽ അല്ലെങ്കിൽ പൂച്ചേരി റോഡെന്ന് പറയപ്പെടുന്ന റോഡിലൂടെ വന്നിട്ടുള്ള വെള്ളക്കെട്ടിനെ അബ്സോർബ് ചെയ്യാൻ, അതിനെ ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ കടത്തിവിടാനുള്ള വലിപ്പമോ അതിനായിട്ടുള്ള മതിയായ താഴ്ചയോ ഈ കാണുന്ന തോടിനില്ലാത്തതുകൊണ്ടാണ് വെള്ളം കടന്നു പോകാതെ സെൻട്രലിൽ നിരന്തരം വെള്ളക്കെട്ടുണ്ടാവുന്നത്. അത് മഴയുള്ള സമയത്ത് ഇതുപോലെ വന്ന് നോക്കിയാൽ മാത്രമേ ഈ അനാസ്ഥ അതല്ലെങ്കിൽ ഈ അശാസ്ത്രീയത നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്ന് മാത്രമല്ല, അത് പേപ്പറിൽ ഒതുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ആശ്വാസവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, വെള്ളക്കെട്ട് ഇനി വരുന്ന കാലം ശക്തമായ മഴക്കാലത്ത് ദുരിതക്കയത്തിലേക്ക് പാവട്ടിലെ ജനങ്ങളെ തള്ളിവിടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പാവറട്ടി പൂച്ചേരി തോടിൽ നിന്ന് വരുന്ന ആ വെള്ളം ഇന്ത്യൻ സ്റ്റീലിൻ്റെ, അതായത് കുബ്ബപ്പള്ളിയുടെ സലഫി പള്ളിയുടെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന കാനയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പാവറട്ടിയിൽ കഴിഞ്ഞ ദിവസം ആരോപിക്കപ്പെട്ടതുപോലെ ഇവിടെ തടസ്സങ്ങൾ, അതായത് മതിൽ വീണിട്ടോ അങ്ങനെയുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പാവറട്ടി സെൻട്രലിൽ നിന്നുള്ള വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാൻ മാത്രമുള്ള മതിയായ വലിപ്പമോ അതല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുക സൗകര്യമോ താഴ്ചയോ ഈ പോകുന്ന കാനക്കില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.